യോഗധ്യാൻ ബദരിയിൽ നിന്നും അടുത്തതായി നമ്മൾ എത്തിച്ചേരുന്നത് ജോഷിമഠിലേക്കാണ്. ജോഷിമഠ് എന്ന് പറയുമെങ്കിലും ജ്യോതിർമഠം എന്നാണ് ഈ പ്രദേശത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള പേര്. ഇവിടെയാണ് പ്രസിദ്ധമായ നരസിംഹ ബദരി സ്ഥിതി ചെയ്യുന്നത്. ബദരീനാഥുമായി വളരെ അടുത്ത ബന്ധമാണ് ഈ ക്ഷേത്രത്തിനുള്ളതും. അതുപോലെ ശങ്കരാചാര്യർ സ്ഥാപിച്ച ജ്യോതിർമഠവും ഇവിടെയുണ്ട്. ഹിമാലയത്തിലെ ആത്മീയ സ്ഥിരാകേന്ദ്രങ്ങളിലൊന്നാണ് ജോഷിമഠ്. AD 8-ാം നൂറ്റാണ്ടിൽ ആദി ശങ്കരാചാര്യർ സ്ഥാപിച്ച ഈ നരസിംഹ ക്ഷേത്രത്തിന് 1200 വർഷത്തിലേറെ പഴക്കവുമുണ്ട്. പക്ഷേ ഇപ്പോൾ കാണുന്നത് പുനരുദ്ധാരണം കഴിഞ്ഞ ആ ഒരു ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങളാണ്. ഇവിടുത്തെ നരസിംഹ വിഗ്രഹത്തിൻ്റെ ഇടത് കൈ ഓരോ വർഷവും നേർത്തു വരികയാണ്. ആ കൈ അറ്റുപോകുമ്പോൾ ബദരീനാഥിലെ നരനാരായണ പർവ്വതങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുകയും ബദരീനാഥിലേക്കുള്ള പാത എന്നേക്കുമായി അടഞ്ഞു പോവുകയും ഭഗവാൻ ജോഷിമഠിനടുത്തുള്ള സുഭായ് ഗ്രാമത്തിലെ ഭവിഷ്യബദരിയിൽ ഒരു കറുത്ത സാളഗ്രാമശിലയായി വീണ്ടും പ്രത്യക്ഷപ്പെടുകയും ചെയ്യും എന്നാണ് ഐതിഹ്യം. ശാന്തഭാവത്തിലുള്ള നരസിംഹമൂർത്തിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. പ്രഹ്ലാദനെ രക്ഷിച്ചതിന് ശേഷം കോപമടങ്ങിയ ഒരു ഭാവമാണ്. സാളഗ്രാമശിലയിലാണ് ഇവിടുത്തെ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. ആദി ശങ്കരാചാര്യസ്വാമികളാണ് ഇവിടുത്തെ നരസിംഹമൂർത്തിയെ പ്രതിഷ്ഠിച്ചത് എന്നും കരുതപ്പെടുന്നു. നരസിംഹമൂർത്തിയെ കൂടാതെ ബദരീനാഥൻ, രാമലക്ഷ്മണന്മാർ, സീതാദേവി, കുബേരൻ, ഗരുഡൻ, കാളികാദേവി എന്നീ പ്രതിഷ്ഠകളും ഗർഭഗൃഹത്തിലുണ്ട്. തമിഴ് വൈഷ്ണവ സന്യാസിമാരായ 12 ആൾവാർമാർ പാടിപ്പുകഴ്ത്തിയ 108 വൈഷ്ണവ ദിവ്യദേശങ്ങളിൽ ഒന്നുമാണിത്. ദിവ്യദേശങ്ങളുടെ പട്ടികയിൽ തിരുപ്പിരുതി എന്ന പേരിലാണ് ഇതറിയപ്പെടുന്നതും. തിരുമങ്കൈ ആഴ്വാറുടെ പാസുരങ്ങളിലാണ് ഇത് ഉൾപ്പെട്ടിരിക്കുന്നത്. ഭഗവാൻ ഇവിടെ പരമപുരുഷൻ എന്ന പേരിലും ലക്ഷ്മി ദേവി, പരിമളവല്ലി നാച്ചിയാർ എന്നുമാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. നരസിംഹമൂർത്തിയുടെ ശ്രീകോവിലിന് നേരെ എതിർവശത്തായി ലക്ഷ്മി ദേവിയെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. തിരുമങ്കൈ ആൾവാറുടെ പാസുരങ്ങളിൽ ഈ ക്ഷേത്രം വളരെ ശുദ്ധവും ധ്യാനാത്മകവുമായ ഒരു ഇടമായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. ശൈത്യകാലത്ത് ബദരീനാഥിൽ നടയടയ്ക്കുന്ന സമയത്ത് ശങ്കരാചാര്യസ്വാമികളുടെ പല്ലക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നതും ഇങ്ങോട്ടേക്കാണ്. ക്ഷേത്രത്തിന് മുൻപിലുള്ള ഒരു പഴയ കെട്ടിടത്തിൽ ശങ്കരാചാര്യ ഗദ്ദി എന്ന് എഴുതി വച്ചിരിക്കുന്നതും കാണാം. അതിന് മുകളിലായി ഒരു മണ്ഡപത്തിൽ ആചാര്യസ്വാമികളുടെ ഒരു ഇരിപ്പിടവും വിഗ്രഹവും ഒക്കെ കാണാം. അതുപോലെ റാവൽജിയുടെ ഒരു ഗദ്ദിയും ഇവിടെയുണ്ട്. പണ്ട് കാലങ്ങളിൽ ശൈത്യകാലത്ത് റാവൽജിമാർ താമസിച്ചിരുന്നതും ഈ ഗദ്ദിയിലാണ്. അധികാരസ്ഥാനത്തായി ശങ്കരാചാര്യസ്വാമികളുടെ സാന്നിധ്യം എന്നും ഈ സിംഹാസനത്തിൽ ഉണ്ടാവുമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിന് പുറകിലായി ഒരു നരസിംഹകുണ്ടും കേദാർനാഥന്റെ ഒരു ചെറിയ ക്ഷേത്രവുമൊക്കെയുണ്ട്. ഇവിടെ വളരെ പുരാതനമായ ഒരു വിഷ്ണു ക്ഷേത്രവും കാണാം. വാസുദേവമൂർത്തിയായിട്ടാണ് ഭഗവാനെ ഇവിടെ ആരാധിക്കുന്നത്. ഏകദേശം 6 അടിയോളം വലിപ്പം വരുന്ന കറുത്ത സാളഗ്രാമശിലയിൽ നിർമ്മിച്ച ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഈ പ്രദേശത്തിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ മധ്യകാലഘട്ടത്തിൽ AD 8 മുതൽ 11-ാം നൂറ്റാണ്ട് വരെ ഉത്തരാഖണ്ഡ് ഭരിച്ചിരുന്ന കത്യൂരി രാജവംശത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ഈ ജോഷിമഠ്.